കായംകുളത്ത് 14 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതി കുഴഞ്ഞു വീണു മരിച്ചു. ബിജെപി പ്രവർത്തകനും കായംകുളം സ്വദേശിയുമായ മനോജാണ് മരിച്ചത്. വീട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, എന്താണ് വിവരങ്ങൾ? എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ കൃഷ്ണപുരം സ്വദേശി 47-കാരനായ ജിജി എന്ന മനോജ് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ നേരത്തെ ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കൃത്യമായ മരണകാരണം എന്താണെന്ന് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 19-ാം തീയതിയാണ് 14-കാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പിന്നീട് ആദ്യം കായംകുളം പോലീസ് വിട്ടയച്ച മനോജിനെ പിന്നീട് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടാണ് ആ കേസിൽ ജാമ്യം ലഭിക്കുന്ന കേസിൽ വീണ്ടും വിളിച്ചു വരുത്തി വധശ്രമത്തിന് കേസെടുത്തത്. പിന്നീട് പ്രതി മനോജ് റിമാൻഡിലായി. അങ്ങനെ മിനിഞ്ഞാന്ന വൈകിട്ടാണ് പ്രതിക്ക് റിമാൻഡ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയത്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. വീട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. റിമാൻഡിലായിരുന്നയാൾക്ക് ഇന്നലെയാണ് ജാമ്യം ലഭിച്ചത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.